പണു വായവി കൃപയ്ക്കുള്ള കുംഭക്രിയ. 2 പാദങ്ങളും തുടയിൽ കയറ്റിവെച്ചും അല്ലെങ്കിൽ 2 ഉപ്പൂറ്റികളും മൂലാധാരത്തിൽ സ്ഥാപിച്ചും ഇരുന്ന് പത്മാസനത്തിലോ സിദ്ധാസനത്തിലോ 4 ദളങ്ങളുള്ള മൂലാധാരത്തിലും 6 ദളങ്ങളുള്ള സ്വാധിഷ്ഠാനത്തിലും 10 ദളങ്ങളുള്ള മണിപുരത്തിലും സിദ്ധാന്തങ്ങളെ കൊണ്ട് നിർമ്മലമായ 12 ദളങ്ങളുള്ള അനാഹതത്തിലും 16 ദളങ്ങളുള്ള കണ്ഠത്തിലെ വിശുദ്ധ ചക്രത്തിലും പൂർണ്ണ തേജസ്സോടുകൂടിയ 2 ദളങ്ങളുള്ള ആജ്ഞാചക്രത്തിലും കോടി ചന്ദ്രപ്രഭയോടുകൂടിയ സഹസ്രാര ദളങ്ങളുള്ള മഹാപത്മത്തിലും മഹാവായുവിനെ ചലിപ്പിച്ചുകൊണ്ട് നടന്ന് വീണ്ടും അവിടെ കുംഭകം ചെയ്ത് വീണ്ടും പൂരകം ചെയ്ത് രേചകം ചെയ്ത് പിന്നീട് രേചകം രോമകൂപങ്ങളിലൂടെയാക്കണം. 16, 64, 32 കുംഭകം. അധമസിദ്ധിയുടെ ലക്ഷണം. മനുഷ്യൻ്റെ ശരീരത്തിൽ 7.5 കോടി രോമങ്ങളുണ്ട്. അവ എല്ലാ പ്രമുഖ നാഡികളിലും ധർമ്മബിന്ദുക്കളും തുള്ളിയായി വീഴ്ത്തിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെ ബിന്ദുപാതം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന കാലത്തോളം ലയസ്ഥിതി ഉണ്ടാകും. ശരീരം വിയർക്കുന്നതുവരെ ചെയ്യപ്പെടുന്ന പ്രാണായാമം അധമപ്രകാരമായ സിദ്ധിയെ പ്രദാനം ചെയ്യുന്നു. സ്ഥിരചിത്ത സാധകൻ്റെ പരിശ്രമം. സൂക്ഷ്മമായി ദീർഘമായി പ്രാണായാമം ചെയ്യണം. ഈ ഭൂതലത്തിൽ പിന്നെ കിട്ടാത്ത യാതൊന്നും ഉണ്ടാകില്ല. ഇഷ്ടമുള്ളവയെ ലയിപ്പിക്കാനുള്ളതാണ് രോമകൂപങ്ങൾ. അവിടെ തൻ്റെ മനസ്സിനെ ലയിപ്പിക്കണം. സാധകൻ അങ്ങനെ ചെയ്ത് തൻ്റെ മനസ്സിനെ സ്ഥിരപ്പെടുത്തണം. ഇതിൽ വിചാരത്തിൻ്റെയോ സംശയങ്ങളുടെ ആവശ്യമില്ല. വായുസേവ പ്രാണായാമം ഇല്ലാതെ ഈ ലോകത്ത് ശ്രേഷ്ഠമായ സിദ്ധികൾ എങ്ങനെയാണ് നേടുക? മനസ്സ് സ്ഥിരമാക്കാതെ മധ്യമസിദ്ധി പോലും ഉണ്ടാകുന്നില്ല. അതിനാൽ കുംഭരൂപത്തിൽ വായുവിനെ ഓരോരോ സ്ഥാനങ്ങളിൽ വെച്ച് മനസ്സിനെ അവിടെ സ്ഥിരമായി വെക്കണം. മന്ത്രം അറിയുന്ന സാധകൻ ഏതെങ്കിലും ഏകാന്തവും നിർജ്ജനവുമായ സ്ഥാനത്ത് കാലങ്ങളെ അറിഞ്ഞുകൊണ്ട് പ്രാണായാമം വായുധാരണം ചെയ്യണം. ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് സാധകൻ നിശ്ചയമായും സ്ഥിരചിത്തനായിത്തീരും. ഈശത്വപ്രാപ്തി. മനസ്സ് സ്ഥിരമാകാത്തിടത്തോളം കാലം ഉത്തമമായ സിദ്ധി എങ്ങനെയാണ് കിട്ടുക? പഞ്ചേന്ദ്രിയങ്ങളെ തൻ്റെ പരിധിയിലാക്കി വളരെ പരിശ്രമിച്ച് ധീരത കൊണ്ട് വായുധാരണം ചെയ്തുകൊണ്ടിരുന്നാൽ 1 മാസം കൊണ്ട് ഈശത്വം പ്രാപിക്കാൻ കഴിയും. അങ്ങനെയുള്ള സാധകന് വിശ്വാസവും പോലും ദോഷമില്ലാതെ കുടിക്കാൻ കഴിയും. ഖേജരി സിദ്ധി. 3 മാസം ഇങ്ങനെ സ്ഥിരമായി അഭ്യാസം ചെയ്താൽ ഇന്ദ്രിയങ്ങൾ സ്ഥിരമായി തീരും. അതുകൊണ്ട് അഥമ പ്രാണായാമ സിദ്ധി കൈവരും. ഇതേ വിധം തുറന്നാൽ 4 മാസം കൊണ്ട് ആകാശഗമനം ചെയ്യാവുന്ന ഖേജരി സിദ്ധി കൈവരും. ഇത് അനിശ്ചിതമാണെന്നും അറിയണം. ഗാമിനി സിദ്ധി, വീരഭാവസിദ്ധി. സ്ഥിരാസനത്തിലിരുന്ന് ആനന്ദചിത്തനായ പ്രാണായാമം ചെയ്യുന്നവന് യഥാർത്ഥ ഗാമിനി സിദ്ധി കൈവരും. ആ സാധകൻ വേഗം തന്നെ വീരഭാവത്തെ പ്രാപിക്കുകയും ചെയ്യും. ഈ വായവി ശക്തി അനന്തസ്വരൂപിണിയാണ്. രോമസമൂഹ കൂപങ്ങൾ സാധകന് മഹാസുഖം പ്രദാനം ചെയ്യുന്നു, സൗഖ്യം നൽകുന്നു, ഗതിചാഞ്ചല്യം പ്രദാനം ചെയ്യുന്നു, ജയം നൽകുന്നു, അന്ധകരണത്തിൽ സ്ഥിരത നൽകുന്നു, ശാസ്ത്രജ്ഞാനങ്ങൾ പ്രദാനം ചെയ്യുന്നു, ആനന്ദരസപ്രാപ്തി, രചനാ സാമർഥ്യം. 6 മാസം വരെ യോഗാസനം ചെയ്ത് ശരീരത്തെ പാകമാക്കണം. വായുവിൻ്റെ ശ്രമം കൊണ്ട് ആനന്ദരസം പ്രാപ്തമാകും. പിന്നീട് യോഗഭാവത്തെ ഉപേക്ഷിച്ച് ആഗമങ്ങളെയും മന്ത്രതന്ത്ര ശാസ്ത്രങ്ങളെയും കുറിച്ചുള്ള രചനകളും വളരെ സമർത്ഥനാകും. നാസാഗ്രദൃഷ്ടി മുദ്ര കൊണ്ട് സിദ്ധികൾ. മനസ്സ് സ്ഥിരമായവന് മഹാസിദ്ധിയും ലഭിക്കും. ഇക്കാര്യത്തിൽ സംശയം വേണ്ട. 1 വത്സരം പരിശീലിക്കുന്ന സാധകന് മഹാഖേജരിത്വ സ്ഥിതിയും പ്രാപ്തമാകും. സാധകൻ നാസാഗ്രഹത്തിൽ കണ്ഠവും മനസ്സും വയ്ക്കണം. ഇതുകൊണ്ട് ഖേജരി സിദ്ധി എന്നൊരു വായുവി ശക്തി സുഖമായി പുറത്തേക്ക് വരും. സ്ഥിരചിത്തനായി തീരും. കണ്ണ് 2 മൂക്കിൻ്റെ തുമ്പത്ത് വെച്ച് അവിടെ നോക്കിയിരിക്കുന്നതാണ് നാസാഗ്രദൃഷ്ടി മുദ്ര. നാസാഗ്രദൃഷ്ടി മുദ്രയിൽ ഇരുന്ന് മനസ്സിന് മൂക്കിൻ തുമ്പത്ത് വയ്ക്കണം. സർവത്രഗാമി സിദ്ധി. പ്രചണ്ഡ വേഗത്തിലുള്ള വായു വേഗത്തിൽ ഉള്ളിൽ പ്രവേശിക്കുന്നില്ലെങ്കിൽ സാധകൻ വിചക്ഷണനായ സർവത്രഗാമിയായിത്തീരുന്നു. ശിരസിന് 12 അംഗുലം മുകളിൽ വരെ വായുവിൻ്റെ ജീവകാന്ത ശക്തിയുടെ അവസ്ഥ നിലനിർത്താൻ സമർത്ഥനായ സാധകൻ ശിവനോട് സന്ദർശനാകും, അല്ലെങ്കിൽ ഭഗവാൻ ഗണേശനാകും. 1 കൊല്ലത്തിനകം തന്നെ ശ്വാസം ഉള്ളിൽ സ്ഥിരമാക്കുന്നതുകൊണ്ട് തീർച്ചയായും സിദ്ധി ലഭിക്കും. ഈ സാധകൻ ആകാശചാരി, സർവത്രഗാമി, യോഗിരാട്, അതുപോലെ ജിതേന്ദ്രിയത്വം എല്ലാം ലഭിക്കും. കുണ്ടലിനിയെ ഉണർത്തി സഹസ്രാരത്തിൽ ശിവശക്തി വ്യാപിപ്പിച്ച് സ്ഥിരമായി ചെയ്തുകൊണ്ടിരിക്കണം. സ്ഥിരമനസ്സിനെ സ്ഥിരപ്പെടുന്നത്. സാധകൻ ഈ ഭൂലോകത്ത് എന്ത് നേട്ടങ്ങളുണ്ടാക്കിയാലും മനസ്സിനെ സ്ഥിരപ്പെടുത്തുന്ന അഭ്യാസങ്ങൾ തുറന്നും ചെയ്യുന്നില്ലെങ്കിൽ എത്ര കഷ്ടപ്പെട്ടും എത്ര ഉയരത്തിലെത്തിയാലും നരകീയ മനുഷ്യനെ പോലെ താഴെ വീണു പോകും. അതിനാൽ മനസ്സിനെ സ്ഥിരമാക്കുക. വളരെ വേഗത്തിൽ 8 വിധമുള്ള സിദ്ധികൾ നേടുന്നതിന് പ്രാപ്തമാകും. കാമനകളിൽ മുഴുകുന്നവന് ഇത് സാധ്യമാവുകയില്ല. വളരെ കഷ്ടപ്പെട്ട് വായുവിശുദ്ധി നേടിയവൻ്റെ സർവ്വകാമനകളും സ്ഥിരമാകും. ഈ സിദ്ധികൾ ഉണ്ടെന്നുള്ളതിന് വളരെ രഹസ്യമായി വെക്കണം. സ്വന്തം അമ്മയുടെ ചാരനെ പറ്റി ആരോടും പറയാറില്ലല്ലോ. യോഗമാർഗത്തിൻ്റെ ദുർഗമത. സാധകൻ സ്ഥിരമായി യോഗാഭ്യാസം ചെയ്തുകൊണ്ടിരിക്കണം. തൻ്റെ ശിഷ്യന്മാർക്കും പുത്രന്മാർക്കും ശിക്ഷണം നൽകിക്കൊണ്ടിരിക്കണം. അപ്പോൾ മഹാസിദ്ധിക്ക് കാരണമാകും. ഇക്കാര്യത്തിൽ സംശയം വേണ്ട. ഈ യോഗമാർഗം വളരെ ദുർഗമമാണ്. സംവത്സരം മുഴുവൻ ധർമാചരണം ചെയ്തുകൊണ്ടിരിക്കണം. യോഗമാർഗത്തിൽ സിദ്ധി നേടിയാലും സാധകൻ അത് പ്രകടിപ്പിക്കാൻ പാടില്ല. എല്ലാവർക്കും കാണിച്ചു കൊടുത്താൽ അയാൾ മരണം വരിക്കേണ്ടി വരും.
യോഗം കൊണ്ട് മോക്ഷപ്രാപ്തി ഉണ്ടാകും. മന്ത്രസിദ്ധിയും വരും. ഭോഗവും മോക്ഷവും രണ്ടും തരുന്നതിനാൽ അത് പ്രകടിപ്പിക്കരുത്. 1 വർഷം കൊണ്ട് തന്നെ യോഗാഭ്യാസം കൊണ്ട് സുഖവും മഹാധർമ്മം നടന്നു. അതുകൊണ്ട് മൃത്യുവിനെ അകറ്റി നിർത്തുകയും ചെയ്യാം. ദത്താത്രേയൻ, മഹായോഗി ശുക്രൻ, നാരദൻ എന്നീ മുനിമാരെല്ലാം കുലാർണവത്തിലെ സർവ്വമന്ത്രങ്ങളെയും സിദ്ധി വരുത്തിയിട്ടുള്ളവരാണ്. ഒരു മന്ത്രം കൊണ്ട് തന്നെ സാധകന് 1 വർഷം കൊണ്ട് സിദ്ധി വരുത്താൻ കഴിയും. നമഃശിവായ. ഇനി നാളെ വാശിയോഗവും പഞ്ചതത്വത്തിൽ രുദ്രയാമളം സാധക ലക്ഷണം ആണിപ്പോൾ. അതിനകത്ത് ഉള്ള സ്ഥിരചിത്തേൻ്റെ സാധക പരിശ്രമം, വായുവികൃപികൾ, കുംഭക്രിയ എന്നിങ്ങനെയാണ് പറഞ്ഞത്.